സുഹൃത്തുക്കളെ, ഞാൻ ആൻ്റണി ജോൺ കൊല്ലത്ത് രാമൻകുളങ്ങരയിൽ താമസിക്കുന്നു. എൻ്റെ ഭവനത്തിലെ മഴവെള്ള സംഭരണത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ശരാശരി ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 300 കിണർ ഉണ്ടെന്നാണ് കണക്ക്. 33,000 ചതുരശ്ര കിലോമീറ്ററിൽ 8,000 കിലോമീറ്റർ വനവും മറ്റ് ജനവാസമില്ലാത്ത പ്രദേശങ്ങളും ഒഴിവാക്കിയാൽ ശേഷിക്കുന്ന 25,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് 75 ലക്ഷം കിണറുകളുണ്ട്. 1000 ചതുരശ്ര അടി മേൽക്കൂരയുള്ള വീട്ടിൽ നിന്ന് ശരാശരി ഒരു വർഷം 3 ലക്ഷം ലിറ്റർ മഴവെള്ളം കിട്ടും. 75 ലക്ഷം കിണറുകളിലേക്കും മഴവെള്ളം ഒഴുക്കിവിട്ടാൽ കേരളം ജലസമ്പന്നമായിരിക്കും. പകരം മലയാളി എന്താണ് ചെയ്യുന്നത്? വീടിൻ്റെ മുറ്റം മുഴുവൻ കോൺക്രീറ്റും ടൈലുമിട്ട് സ്വന്തം പുരയിടത്തിലെ വെള്ളം മുഴുവൻ അന്യൻ്റെ പറമ്പിലേക്കും ഓടയിലേക്കും ഒഴുക്കുന്നു. തൽഫലമായി നിറഞ്ഞൊഴുകുന്ന ഓടകളും റോഡും അത് സൃഷ്ടിക്കുന്ന വെള്ളപ്പൊക്കവും ഒരു വശത്ത്. മറുവശത്ത് വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി സർക്കാരിനോട് മല്ലിടുന്ന ജനവിഭാഗങ്ങൾ. വേറൊരു കൂട്ടം സമ്പന്നർ കാശുകൊടുത്ത് ടാങ്കറിൽ നിന്ന് മലിനജലം വാങ്ങുന്നു. എന്തൊരു വിരോധാഭാസം! കഴിഞ്ഞ 15 വർഷമായി ഞാൻ മഴവെള്ളം സംഭരിച്ച് അരിപ്പയിലൂടെ കടത്തിവിട്ട് കിണറിലേക്ക് ഒഴുക്കിവിടുന്നു. തന്മൂലം കിണറിൽ നിന്ന് ശുദ്ധജലം 12 മാസവും സുലഭമായി ലഭിക്കുന്നു. അതിലുപരി മഴവെള്ളത്തിൻ്റെ ഗുണനിലവാരമാണ് കിണർ വെള്ളത്തിന്. കൂടാതെ കിണർ വെള്ളം ശുദ്ധിയാക്കാൻ ഞാൻ എൻ്റേതായ ഒരു ഫിൽറ്ററിംഗ് സംവിധാനവും നിർമ്മിച്ചു. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വീഴുന്ന ജലം കൽക്കെട്ടുകൾ നിർമ്മിച്ച് എൻ്റെ പുരയിടത്തിൽ തന്നെ താഴ്ത്തിവിടുന്നു. അങ്ങനെ ഒരു തുള്ളി മഴവെള്ളം പോലും പാഴാക്കാതെ തിരികെ പ്രകൃതിക്ക് തന്നെ നൽകുന്നു. പ്രകൃതി സ്നേഹികളായ മനുഷ്യ സ്നേഹികളായ എല്ലാവരും ഈ മാതൃക പിന്തുടരുമെന്ന് പ്രത്യാശിക്കുന്നു.